ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാമും അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിമിനറി എക്സാമൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ എക്സാം നമ്മൾ PXC എക്സാമുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും പ്രധാന വഴി എന്നത് മുൻവർഷ ചോദ്യ പേപ്പറുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ എത്രത്തോളം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടോ അതിന് ബേസ് ചെയ്തായിട്ടായിരിക്കും നമ്മുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് എത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അതായിരിക്കും നിങ്ങളുടെ പഠനത്തിൻ്റെ നിലവാരം. അതായത് നിങ്ങൾ എത്രത്തോളം പഠിച്ചെത്തി, എത്ര ഭാഗങ്ങൾ കവർ ചെയ്തെത്തി എന്നുള്ളത് നിങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. 1 ആൻസർ, ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? 2 നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്നത് നിസ്സഹകരണ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഭാരതരത്ന ലഭിക്കും. ഇദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള മറ്റൊരു പ്രധാന ക്ലൂ ആണ്, ഇദ്ദേഹമാണ് അതിർത്തി ഗാന്ധി എന്നുകൂടി അറിയപ്പെടുന്നത്. ആൻസർ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ആൻസർ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ A ആണ്. ബാലഗംഗാധര തിലകാണ് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്. 6, സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ B ആണ്. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 7, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതിയുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ 8 ആൻസർ ഓപ്ഷൻ B ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ C ഇന്ത്യയാണ്. ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 10, ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അതിൽ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. A പരമാധികാരം, B സ്ഥിതിസമത്വം, C റിപ്പബ്ലിക്, D മൗലികാവകാശങ്ങൾ. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് മൗലികാവകാശങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്കൊരു സംശയം വരും, ഏതൊക്കെയാണ് അടിസ്ഥാന ലക്ഷ്യങ്ങൾ? അതിൽ ഉൾപ്പെട്ടതാണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. 11, കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ഓപ്ഷൻ A ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം. ക്വസ്റ്റ്യൻ നമ്പർ 12, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ, ശ്രീനാരായണ ഗുരു. 13, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ഇത് കുറേ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. 14, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ആൻസർ, തോമസ് ഹാർവേ ബാബർ. ഓപ്ഷൻ A ആണ് അദ്ദേഹം. ഓപ്ഷൻ A ആണ് ആൻസർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ എന്നത് തോമസ് ഹാർവേ ബാബർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത്. 16 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 16ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആശിഷ് ജിതേന്ദ്ര ദേശായി. 17 കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ സി തൃശ്ശൂരാണ്. 18 ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്നത് ട്രാൻസ്ഫർ പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ ഡി ആണ്, VP മേനോനാണ്. 19 താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? 19 ആൻസർ ഓപ്ഷൻ എ ആണ്, പോണ്ടിച്ചേരിയാണ് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം. 20ാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? 20 ഓപ്ഷൻ ഡി ആണ്, KM പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം. 21 റൂർക്കേല ഇരുമ്പുരുക്കി വ്യവസായശാലക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ജർമ്മനി. റൂർക്കേലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനി. 22 ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരാണ് മംഗൾയാൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? 23ാമത്തെ ഓപ്ഷൻ ബി ബ്രസീൽ ആയിരുന്നു 2024 G20 ഉച്ചകോടി നടന്ന രാജ്യം. 24ാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? പ്രഗ്യാൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? പ്രഗ്യാൻ. 25 ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1 ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. 2 ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. 3 സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. 25ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1ാമത്തെയും 3ാമത്തെയും പോയിന്റുകളായിട്ടാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? 1ാമത്തെ പോയിന്റ് ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. അതുപോലെ 3ാമത്തെ പോയിന്റ് എന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. 26ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 26ാമത്തെ അതിൽ 3 പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. 1 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. 2 ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. 3 അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. 26ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്, ഈ 3 പോയിന്റുകളും ശരിയാണ്. 27 ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 1 പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. 2 പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരസമതലം. 3 സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. 27ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്, 2ാമത്തെ പോയിന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതായത് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരസമതലം എന്ന പോയിന്റാണ് തെറ്റായിട്ടുള്ളത്. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്നത് ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. 1 ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. 2 ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. 3 ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അതായത് 1ാമത്തെയും 2ാമത്തെയും പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. 29 ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 1 അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. 2 അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. 3 കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദീതീരത്താണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്, ഈ പറയുന്ന എല്ലാ പോയിന്റുകളും ശരിയാണ്. 30 കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1 കേരളത്തിലെ തെക്ക് വടക്കൻ നീളം 560 കിലോമീറ്റർ. 2 കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. 3 കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. 30ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 2ാമത്തെ പോയിന്റ് മാത്രമാണ് ശരിയല്ലാത്തത്. അതായത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം എന്ന പോയിന്റ് തെറ്റാണ്. 31 കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക.
1 കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. 2 പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. 3 ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്ക് ആണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1ാമത്തെയും 3ാമത്തെയും പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. 32ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 1 കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 2 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. 3 സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. 32ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. 2ാമത്തെ പോയിന്റ് മാത്രമാണ് ശരിയല്ലാത്തത്. 33 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1 കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. 2 വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. 3 കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. 33ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. അതായത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. 34 കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നമുക്ക് നേരെ ആൻസർ നോക്കാം. 34ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ എ ആണ്. 2ാമത്തെയും 3ാമത്തെയുമാണ് ചേർന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? 2ാമത്തേത് അഴീക്കൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലും 3ാമത്തേത് പൊന്നാനി തുറമുഖം മലപ്പുറം ജില്ലയിലുമാണ് ഉള്ളത്. 35ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. 2 കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 3 കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 35ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ പറയുന്ന 3 പോയിന്റുകളും ശരിയാണ്. ഏതൊക്കെയാണ്? കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. 2ാമത്തേത് പോയിന്റ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 3ാമത്തെ പോയിന്റ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 36ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. 1 കരിമ്പുഴ മലപ്പുറം. 2 ചിമ്മിനി പാലക്കാട്. 3 ചെന്തുരുണി കൊല്ലം. 4 ചൂലന്നൂർ തൃശ്ശൂർ. 36ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ാമത്തെയും 3ാമത്തെയുമാണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? കരിമ്പുഴ മലപ്പുറം ജില്ലയും 3ാമത്തേത് ചെന്തുരുണി കൊല്ലം ജില്ലയുമാണ്. ഇത് 2 പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. 37 സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 1 വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. 2 ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. 3 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 37ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 3ാമത്തെ പോയിന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതായത് 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് തെറ്റാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. 38ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. 1 കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. 2 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി.ടി. ഉഷ. 3 ഇന്ത്യയ്ക്കു വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ 3 പോയിന്റുകളും ശരിയായിട്ടുള്ളതാണ്. 39 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1 കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. 2 കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്. 3 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ആണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ാമത്തെ പോയിന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഏതാണ്? കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി. ഈ പോയിന്റ് തെറ്റാണ്. ക്വസ്റ്റ്യൻ നമ്പർ 40 താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 1 കേരള സ്പീക്കർ എ.എൻ. ഷംസീർ ആണ്. 2 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ്. 3 കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 40ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. 2ാമത്തെ പോയിന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ് എന്ന ആൻസർ തെറ്റാണ്. 41ാമത്തെ ക്വസ്റ്റ്യന് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ
കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ്.കെ. വസന്തൻ. 2. 2023 വയലാർ അവാർഡ് ലഭിച്ചത് എസ്. ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക്. 3. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു. 42ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ പോയിന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 43 ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. 2. ISRO ചെയർമാൻ മോഹൻകുമാർ. 3. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. 4. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. 43ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3, 4 എന്നീ പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ പോയിന്റ് മാത്രമാണ് തെറ്റിയത്. ISRO ചെയർമാൻ മോഹൻകുമാർ എന്ന പോയിന്റ് മാത്രമാണ് തെറ്റ്. 44 കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? 44 ആൻസർ ഓപ്ഷൻ ബി ആണ്. മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം. 45ാമത്തെ ക്വസ്റ്റ്യൻ അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? 45 ഓപ്ഷൻ എ മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന നോവൽ എഴുതിയത്. 46ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. 47 ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ ലോകായുക്ത. ഓപ്ഷൻ ബി ഓംബുഡ്സ്മാൻ. ഓപ്ഷൻ സി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഓപ്ഷൻ ഡി ലോക്പാൽ. 47ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലോക്പാലാണ് ദേശീയ തലത്തിലും ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം. 48 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? 48ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 49ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഓപ്ഷൻ സി ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. 51 മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? 51ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയ പ്രമുഖൻ. 52 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആര്? 52ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ക്ലോഡിയ ഗോർഡിൻ എന്ന ആൾക്കാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. 53 അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. 53ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ആൻസർ ഓപ്ഷൻ സി വിജാഗിരി സന്ധി. 55 സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം. 55 ഓപ്ഷൻ സി ട്രക്കിയ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ട്രക്കിയ. 56 ജീവികൾ പൂച്ച, നായ, കാക്ക, മയിൽ. ശാസ്ത്രീയ നാമമാണ് ഇനി ഇതിലേക്ക് യോജിപ്പിക്കേണ്ടത്. 56ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഒന്നാമത്തെയും മൂന്നാമത്തെയുമായിട്ടാണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? 1ഉം 3ഉം. പൂച്ചയുടെ ശാസ്ത്രീയ നാമം ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നും കാക്കയുടെ ശാസ്ത്രീയ നാമം കോർവസ് സ്പ്ലെൻഡൻസ് എന്നുമാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാരണം ശരിയായ ജോഡി കണ്ടെത്തുകയാണ്. 57 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. A3ക്ക് അതായത് എ പാറ്റയുടെ ഹൃദയ അറകൾ 13ഉം പാറ്റയുടെ ഹൃദയ അറകൾ 13ഉം പല്ലിയുടെ ഹൃദയ അറകൾ 3ഉം പക്ഷിയുടെ ഹൃദയ അറകൾ 4ഉം മത്സ്യത്തിൻ്റെ ഹൃദയ അറകൾ 2ഉമാണ്. എങ്ങനെയാണ് ആൻസർ ഒന്നുകൂടി നോക്കാം. പാറ്റയുടെ ഹൃദയ അറകൾ 3, പല്ലിയുടെ ഹൃദയ അറകൾ 4, പക്ഷിയുടെ ഹൃദയ അറകൾ 4, മത്സ്യത്തിൻ്റെ ഹൃദയ അറകൾ 2. 58 പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏതു വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ആണ്? 58ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. 59ാമത്തെ ക്വസ്റ്റ്യൻ സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത്? 59ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്.
സങ്കരയിനം തക്കാളി അല്ലാത്തത് ഹരിതയാണ്. അപ്പോൾ സങ്കരയിനം തക്കാളികളാണ് മുക്തി, അക്ഷയ, അനഘ. 60. ഭാരതത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? അതായത് അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 60. ഭാരതത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത്? അതായത് SI യൂണിറ്റ് ഏതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 60ാമത്തെ ഓപ്ഷൻ സി ആണ്, ന്യൂട്ടൺ ആണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. 61. 25 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര? 61 ഓപ്ഷൻ എ 4 ഡയോപ്റ്റർ. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത് 4 ഡയോപ്റ്റർ. 62. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏത്? 62ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 63. ഒരു കുതിരശക്തി അതായത് 1 HP എന്നത് എത്ര വാട്ടാണ്? 63 ഓപ്ഷൻ ഡി ആണ്, 746 വാട്ടാണ് ഒരു കുതിരശക്തി അഥവാ 1 HP. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? 64 ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. 65. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? 65 ഓപ്ഷൻ ബി എസ് സോമനാഥ്. നിലവിലെ ISRO ചെയർമാൻ എസ് സോമനാഥ്. 66. ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? 66 പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രഗ്യാൻ ആണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര്. 67. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? 67 പറയുന്നത് ഓപ്ഷൻ എ ആണ്, അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. 68ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. 68ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. 3ാമത്തെ പോയിന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. 3ാമത്തേത് ഏതാണ്? ക്ഷയം, ചിക്കൻ ബോക്സ്. ഇത് രണ്ടുമാണ് മാത്രമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. 69. സീറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? 69 ഓപ്ഷൻ ബി വൈറ്റമിൻ എന്റെ അഭാവം മൂലമാണ് സീറോഫ്താൽമിയ ഉണ്ടാകുന്നത്. 70. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? 70ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 2011 നവംബർ 19 കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്. 71. ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? 71 ഓപ്ഷൻ സി കണ്ണിനെയാണ് ഗ്ലോക്കോമ എന്ന അസുഖം ബാധിക്കുന്നത്. 72. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? 72 ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 28. 73. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? 73 എന്ന് പറയുന്നത് ഓപ്ഷൻ വൈറസ് രോഗം അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 73 പറയുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, എലിപ്പനിയാണ് വൈറസ് രോഗം അല്ലാത്തത്. 74. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിൽ പെടാത്തത് ഏത്? 74 ഓപ്ഷൻ ഡി മലേറിയയാണ് ജീവിതശൈലി രോഗത്തിൽ പെടാത്തത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? 75ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി സ്നേഹക്കൂട്. 75ാമത്തെ ക്വസ്റ്റ്യൻ എന്നത് മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. 76. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? 76 ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലാണ് കൊറോണ വൈറസിൻ്റെ വകഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തത്. 77. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. എ ആസ്മ, ബി എംഫിസിമ, സി നെഫ്രൈറ്റിസ്, ഡി ബ്രോങ്കൈറ്റിസ്. 77ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, നെഫ്രൈറ്റിസ് ആണ് ശ്വാസകോശ രോഗമല്ലാത്തത്. 78. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? 78ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, മാതൃജ്യോതി. 79. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? 79 ഓപ്ഷൻ എ ആണ്, ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. 80. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക.
അതിൻ്റെ ആൻസർ നോക്കാം നമുക്ക്. 80ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ പോയിൻറ്റും നാലാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. അതായത് ക്ഷയം പരത്തുന്നത് ബാക്ടീരിയ, നിപ പരത്തുന്നത് വൈറസ്. അപ്പോൾ ഇതിലെ മാത്സ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഷോർട്ടായിട്ടാണ് ഇടുക. ബാക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.